അസ്സലാമു അലൈക്കും ദിയൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെ നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വീഡിയോയിലൊക്കെ പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ശരി, വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം തന്നെ ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയം കൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പേസ്റ്റ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ഒന്നും കൂടി എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുമ്പോഴാണ്. അതിലേക്ക് വലിയ ഉള്ളി 2 കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് നെടുകെ കീറിയത് കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. അതൊക്കെ ഒന്ന് വെന്ത് കിട്ടിയതിന് ശേഷം അതിലേക്ക് 2 തക്കാളിയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയും ഉള്ളിയെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാടി കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കി മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതെല്ലാം ഇപ്പോൾ അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷമാണ് കേട്ടോ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ചിക്കൻ എല്ലാം ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഇപ്പോൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഇത് നമ്മൾ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ ഇതിൽ നിന്ന് കുറേശ്ശെ വെള്ളം ഇറങ്ങും. ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് വേണം കേട്ടോ ചിക്കൻ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ മൂടി വെച്ചിട്ട് ഇപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ, ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ചെറിയൊരു തോതിലുള്ള ഒരു വേവായി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് തുറന്ന് നോക്കിയിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഇളക്കിയതിന് ശേഷമാണ് കേട്ടോ ഇതിൽ ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി. ഇത്രയും മസാലപ്പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ആ ചിക്കനിലേക്ക് ആ മസാല ഒക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം, 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്, പക്ഷേ ഇതിൽ കുറച്ച് പോരായ്മ തോന്നിയതുകൊണ്ട് ഞാൻ 1/2 സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൂടി വെച്ചിട്ട് ചിക്കനൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അത് അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അത്യാവശ്യം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുക. 1/2 ഗ്ലാസ് വെള്ളത്തിൽ തേങ്ങ പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. ഇതും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പത്തിരിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.